എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് ചെയ്യുന്നത്. 6ാമത്തെ ചാപ്റ്ററാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. 5 ചാപ്റ്ററിൻ്റെ വരെയുള്ള റിവിഷൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാമത്തെ ചാപ്റ്ററായ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കാലം ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിറ്റ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. ഇനി പഠനപൂർണത, സമൃദ്ധ പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിറ്റ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതായത് പ്രധാനപ്പെട്ട ചേഞ്ചസ് ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് പ്രധാനമായും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് പഠിക്കുന്നത്. അതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സെൽ സൈക്കിൾ എന്ന് പഠിക്കണം അല്ലേ. എന്താ സെൽ സൈക്കിൾ എന്ന് വെച്ചാൽ, ഒരു സെല്ല് ഫോം ചെയ്ത് അത് മെച്ചുവറായി ഡിവൈഡ് ചെയ്യും അല്ലേ, അത് ഒരു ഡിവിഷൻ നടത്തും. അപ്പോൾ ഒരു സെൽ ഡിവിഷന് ശേഷം ഒരു സെല്ല് ഗ്രോ ചെയ്ത് അതിലെ മെറ്റീരിയൽസ്, അതായത് എന്തെല്ലാം ഉള്ളിൽ ഉള്ള ജെനറ്റിക് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മറ്റ് കണ്ടൻസ് അതെല്ലാം ഡബിൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അത് അവസാനം എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, സെൽ ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് സെൽ സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. സെൽ സൈക്കിളിനെ നമുക്ക് 2 ഫേസസ് ആയിട്ട്, അല്ലെങ്കിൽ സെൽ സൈക്കിളിലെ കംപ്ലീറ്റ് പ്രോസസ്സിനെ നമുക്ക് 2 സ്റ്റേജസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേതാണ് ഇൻ്റർഫേസ്, രണ്ടാമത്തേതാണ് എം ഫേസ്. ഓക്കെ, അപ്പോൾ സെൽ സൈക്കിളിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻ്റർഫേസ് എന്നും എം ഫേസ് എന്നും. എം ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിവിഷൻ ഫേസ് ആണ് അല്ലേ. എം ഫേസിലാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് 2 രീതിയിൽ വരാം. 2 തരത്തിലുള്ള ഡിവിഷൻ ഉണ്ട്, മിയോസിസും ഉണ്ട്, മൈറ്റോസിസും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ആയിക്കോട്ടെ, അത് നമുക്ക് പിന്നീട് പറയാം. എം ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിവിഷൻ ഫേസ് ആണ്, സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ഫേസ് ആണ്. എന്നാൽ ഇന്റർഫേസ് എന്ന് വെച്ചാൽ എന്താ? ഒരു സെൽ ഡിവിഷൻ കഴിഞ്ഞ് അടുത്ത സെൽ ഡിവിഷൻ വരെ എത്തുന്നതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ആ ഒരു ബ്രേക്ക്, മനസ്സിലായോ? അടുത്തടുത്ത 2 സെൽ ഡിവിഷനുകൾക്കിടയിലുള്ള ഒരു ബ്രേക്ക്, ആ ബ്രേക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രിപ്പറേറ്ററി ഫേസ്. ശരിക്കും അടുത്ത ഒരു സെൽ ഡിവിഷൻ കഴിഞ്ഞ് അടുത്ത സെൽ ഡിവിഷന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആണ് ഇന്റർഫേസ് എന്ന് പറയാം. ഓക്കെ, അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ് ക്ലാസ്സിൽ. അപ്പോൾ ഇന്റർഫേസ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി ഫേസ് ആണ് ബിറ്റ്വീൻ 2 എം ഫേസ്, 2 സക്സസീവ് എം ഫേസ്. 2 അടുത്തടുത്ത ഡിവിഷൻ ഫേസുകളായ എം ഫേസുകൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇന്റർവെൽ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്റർഫേസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം, എന്നിട്ട് അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്റർഫേസിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. G1 ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ S ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. G1 ഫേസ് എന്ന് പറയുന്നത് ഗ്യാപ്പ് 1 ഫേസ് ആണ് അല്ലേ. അവിടുത്തെ ചേഞ്ചസ് എന്തൊക്കെയാണ്, മാറ്റങ്ങൾ, സെല്ല് ഗ്രോ ചെയ്യുന്ന ഫേസ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെയാണ് എസ് ഫേസ്. എസ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫേസ് ഓഫ് സിന്തസിസ് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ. ജെനറ്റിക് മെറ്റീരിയലിൻ്റെ ആ കണ്ടന്റ് വർദ്ധിക്കുന്ന ഫേസ് ആണ്, സിന്തസിസ് നടത്തുന്ന ഫേസ് ആണ്. ഓക്കെ, അടുത്തതാണ് G2 ഫേസ്, ഗ്യാപ്പ് 2 ഫേസ് അല്ലേ. ഗ്യാപ്പ് 2 ഫേസിൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഫേസസ് ഓരോന്നും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക.
ഐഡന്റിഫൈ എ, ബി ആൻഡ് സി ഇൻ ദ ഡയഗ്രാം. താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ എ, ബി, സി എന്നിവ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രം ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഈ ഡയഗ്രം എന്ന് പറയുന്നത് ഞാനൊന്ന് റഫായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 163 ആ പേജ് നമ്പറിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രമാണ്. സർക്കുലർ ഷേപ്പിലുള്ള ആ സെൽ സൈക്കിളിലെ കംപ്ലീറ്റ് ഫേസസും കാണിച്ചിരിക്കുന്ന ആ ഡയഗ്രമാണ്. ഓക്കെ, അതിൽ ഈ പോർഷൻ എ കൊടുത്തിരിക്കുന്നു, ഈ പോർഷൻ ബി കൊടുത്തിരിക്കുന്നു. എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ഡയഗ്രം എടുത്ത് നോക്കുക കേട്ടോ. സി പോർഷൻ അത് കൊടുത്തിരിക്കും, ഈ പോർഷനാണ് സി എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ, ബി, സി ഇവ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡയഗ്രം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാം. എ എന്ന് പറയുന്നത് ഏത് ഫേസ് ആണ്? എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ആണ്, ഇന്റർഫേസിലെ ഫസ്റ്റ് ഫേസ് ആണ്. ഏതാണ്? G1 ഫേസ്. ഓക്കെ, എ എന്ന് പറയുന്നത് G1 ഫേസ് ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? എസ് ഫേസ് ആണ്. അടുത്ത സി എന്ന് പറയുന്നത് എന്താണ്? G2 ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ G1 എസ് G2. ചില കുട്ടികൾക്ക് G1 G2 എസ് എന്നൊക്കെ പറയാൻ തോന്നും. അങ്ങനെയൊന്നും ചെയ്യല്ലേ. G1 കഴിഞ്ഞിട്ട് എസ് പിന്നാണ് G2. ഓക്കെ, പിന്നീട് ഈ 3 ഫേസിൻ്റെയും പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. G1 ഫേസ് എന്ന് പറയുന്നത് എന്താണ്? സെല്ല് ആക്റ്റീവായിട്ട് ഗ്രോ ചെയ്യുന്ന ഫേസ് ആണ്. എസ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? സിന്തസിസ് ഫേസ് ആണ്. ആ ഫേസിലാണ് DNA സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത G2 ഫേസ്, ഗ്യാപ്പ് 2 ഫേസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെയും സെല്ലിൻ്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട്, ഒപ്പം പ്രോട്ടീൻ സിന്തസിസ് പോലെയുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് ആ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡയഗ്രത്തിലെ ഏത് പോർഷൻ വേണമെങ്കിലും എന്താണ് എ, ബി, സി എന്ന് തന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഡയഗ്രാം പഠിച്ചു വെക്കുക, അത് നന്നായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ വേറെ ഫേസസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊന്ന് റഫായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിലെ 163 എന്ന പേജിൽ കൊടുത്തിട്ടുള്ള പെർഫെക്റ്റ് ഡയഗ്രാം ആണത് കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആ ഫേസസ് ഓരോന്നും പഠിക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവിടുന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. അതായത് ഈ ഏരിയയിൽ നിന്ന് ഇപ്പം നമ്മൾ പഠിച്ചതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആ സെൽ സൈക്കിളിൻ്റെ അതേ പിക്ചർ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ G1 എസ് G2 ഒക്കെ ABC എന്നൊന്നുമല്ല, ഇങ്ങനെ തന്നെ തന്നിരിക്കുകയാണ്. എന്നിട്ട് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, ഐഡൻറ്റിഫൈ ദ ഫേസസ് ഇൻ വിച്ച്, ഫേസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് DNA സിന്തസിസ് ടേക്സ് പ്ലേസ്. DNA സിന്തസിസ് നടക്കുന്ന ഫേസ് ഏതാണെന്ന് എന്ത് ചെയ്യുക? ഇതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഫേസ്? നമുക്കറിയാം എസ് ഫേസ് ആണ്. എസ് ഫേസിലാണ് എന്ത് നടക്കുന്നത്? DNA സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു 1 മാർക്ക് ചോദ്യമായിരുന്നു. പിക്ചർ തന്നിട്ട് എസ് ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വളരെ എളുപ്പമാണ് പഠിക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുറച്ച് കാര്യങ്ങളെ ഈ ചാപ്റ്ററിലുള്ളൂ, അത് അതുപോലെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് ക്വിസൻ ഫേസ്. ക്വിസൻ ഫേസ് എന്താണ് എന്ന് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. ക്വിസൻ ഫേസ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? G0 ഫേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വിസൻ ഫേസ് അല്ലെങ്കിൽ G0 ഫേസ് എന്ന് വെച്ചാൽ, ഒരു സെൽ ഡിവിഷന് ശേഷം പിന്നീട് അടുത്ത ഒരു ഡിവിഷൻ്റെ ആവശ്യമില്ലാത്ത ചില സെൽസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ ഹാർട്ട് സെല്ല്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ചില പ്രത്യേക ഭാഗങ്ങളിലെ സെൽസിനൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു മുറിവോ ഇഞ്ചുറിയോ ഒക്കെ വന്ന് സെൽസ് നശിച്ചു പോയി കഴിഞ്ഞാൽ പകരം പുതിയ സെല്ല് വന്നാൽ മാത്രം മതിയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സെൽസിന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യേണ്ട? ഗ്രോ ചെയ്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഒരു ഡിവിഷന് ശേഷം ആവശ്യത്തിന് ഡിവൈഡ് ചെയ്യും, അതിനുശേഷം ഒരു റെസ്റ്റ് ഫേസിലേക്ക് പോകും. അതെന്ന് പറയുന്നത് ശരിക്കും G1 ഫേസിൽ, ആ ഗ്രോത്ത് ഫേസ് അല്ലേ G1 ഫേസ്. G1 ഫേസിന് ശേഷം ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകും. അതായത് G1ന് ശേഷം എസ് ഫേസ്, അതുപോലെ തന്നെ G2 ഫേസ്, അങ്ങനെയുള്ള ഫേസിലേക്ക് പോകാതെ
സെൽ ഡിവിഷന് ശേഷം G1 ഫേസിൽ വരുന്നു, ഗ്രോ ചെയ്യുന്നു, എന്നിട്ട് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നു. ആ സമയത്ത് സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷേ ഗ്രോത്തുമായി ബന്ധപ്പെട്ടുള്ള ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഫേസസ് ഒന്നും അത് കാണിക്കുന്നില്ല. അങ്ങനെ G1 ഫേസിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ട് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നു. ആ ഇനാക്റ്റീവ് സ്റ്റേജിനെ വിളിക്കുന്ന പേരാണെന്ത്? G0 ഫേസ് അല്ലെങ്കിൽ ക്വിസന്റ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ് അത്. കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസായ ഇൻ്റർഫേസിനെ കുറിച്ച് പഠിച്ചു. ഇൻ്റർഫേസിലെ സ്റ്റേജസ് പഠിച്ചു. ഓക്കെ, പ്രധാനപ്പെട്ട ഫേസസ് പഠിച്ചു. അപ്പോൾ കൂടുതലായിട്ടും ആ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡയഗ്രാം തന്നിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഡയഗ്രാം നന്നായിട്ട് അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്കായി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഡയഗ്രത്തിലെ ഓരോ ഫേസുകളും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനും മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് M ഫേസിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് M ഫേസ്. ഒരുപാട് സ്റ്റേജസ് വരുന്നതാണ് M ഫേസ്. M ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫേസ് ഓഫ് ഡിവിഷൻ അല്ലേ? ഡിവിഷൻ നടക്കുന്ന ഫേസ് ആണ്. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ഫേസ് ആണ് എന്ത്? M ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ M ഫേസിൽ സെല്ല് ഡിവൈഡ് ചെയ്യണം. സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 ഘട്ടമായിട്ടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്, ആ ഡിവിഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുന്നത്. ഫസ്റ്റ് എന്ത് നടക്കുന്നു? ന്യൂക്ലിയസിൻ്റെ ഡിവിഷൻ നടക്കുന്നു. അതിനുശേഷം എന്ത് നടക്കുന്നു? സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷൻ നടക്കുന്നു. ന്യൂക്ലിയസ് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ന്യൂക്ലിയസിൻ്റെ ഡിവിഷനെ നമ്മൾ പഠിച്ച പേരാണെന്ത്? ക്യാരിയോകൈനസിസ്. സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനെ പഠിച്ച പേരാണെന്ത്? സൈറ്റോകൈനസിസ്. അപ്പോൾ ക്യാരിയോകൈനസിസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിവിഷനും സൈറ്റോകൈനസിസ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനും ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? M ഫേസ് അല്ലെങ്കിൽ ഡിവിഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 2 തരത്തിലാണ് സാധാരണയായിട്ട് ഡിവിഷനുകൾ ഉള്ളത്. മിയോസിസും ഉണ്ട്, മൈറ്റോസിസും ഉണ്ട്. 2 തരത്തിലുള്ള സെൽ ഡിവിഷൻ പ്രോസസ്സുകളാണ്. ഒന്നാമത്തെ എന്താണ്? മിയോസിസ്. രണ്ടാമത്തെ എന്താണ്? മൈറ്റോസിസ്. ഓക്കെ, അപ്പോൾ ഈ മിയോസിസും മൈറ്റോസിസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ഉണ്ട്, ക്രോമസോം നമ്പറിലുള്ള ചേഞ്ച്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം, എന്നിട്ട് ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മുടെ ചോദ്യം. ഒബ്സർവ് ദ ഗിവൺ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. താഴെ തന്നിരിക്കുന്ന റിലേഷൻ എന്ത് ചെയ്യുക? നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക, തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി ശ്രദ്ധിച്ചേ, കൊടുത്തിരിക്കുന്നത് എന്താണ്? മിയോസിസ്, റിഡക്ഷൻ ഡിവിഷൻ, മൈറ്റോസിസ് ഡാഷ്. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മിയോസിസും മൈറ്റോസിസും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ചോദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് മിയോസിസും മൈറ്റോസിസും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ്. നോക്കിയേ, മിയോസിസ്, റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസിനെ എന്തെന്നാണ് വിളിക്കുന്നത്? റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മൈറ്റോസിസിനെ എന്ത് പേരിൽ വിളിക്കുന്നു എന്നാണ് ചോദ്യം. എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ. എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ. അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ്. നോക്കാം എന്തുകൊണ്ടാണ് ഈ പേര് വന്നിരിക്കുന്നതെന്ന്. മിയോസിസ് ഈസ് ഓൾസോ നോൺ ആസ് റിഡക്ഷൻ ഡിവിഷൻ. വൈ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ എന്നറിയപ്പെടുന്നു, കാരണം എന്ത്? എന്തുകൊണ്ടാണ് മിയോസിസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്? അത് ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. മിയോസിസിലൂടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു സെല്ലിൽ മിയോസിസ് നടക്കുകയാണെങ്കിൽ പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് ഡോട്ടർ സെൽസ് ഉണ്ടാകുമ്പോൾ പാരന്റ് സെല്ലിൽ എത്ര ക്രോമസോമാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ പകുതി ആയിരിക്കും ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിൽ കാണുക. മനസ്സിലായോ? അപ്പോൾ പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ പാരന്റിൽ എത്ര ക്രോമസോം ഉണ്ടായിരുന്നോ
ആ ക്രോമസോമിന്റെ നേരെ പകുതിയായിരിക്കും എവിടെ കാണുക? ഡോട്ടർ സെൽസിൽ കാണുക. അതാണ് ഏത് ഡിവിഷന്റെ പ്രത്യേകത? മിയോസിസ് എന്ന ഡിവിഷന്റെ പ്രത്യേകത. അതായത് പാരന്റിലെ ക്രോമസോം നമ്പർ റെഡ്യൂസ് ചെയ്യുന്നു, കുറയുന്നു. മനസ്സിലായോ? എവിടേക്ക് വരുമ്പോൾ? ഡോട്ടർ സെൽസിലേക്ക് വരുമ്പോൾ. സോ ദാറ്റ് ഡിവിഷൻ പ്രോസസ് ഈസ് കാൾഡ് റിഡക്ഷൻ ഡിവിഷൻ. എന്നാൽ മൈറ്റോസിസിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? there is no change in the chromosome number. മൈറ്റോസിസ് ആണ് നടക്കുന്നത് എങ്കിൽ പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഉണ്ടാകുമ്പോൾ പാരന്റ് സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ടായിരുന്നോ അത്രയും നമ്പർ ക്രോമസോം തന്നെ എവിടെയും വരും? ഡോട്ടർ സെൽസിലും വരും. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നില്ല? ക്രോമസോം നമ്പറിൽ യാതൊരു ചേഞ്ചും ഇല്ല. പാരന്റിലെ ക്രോമസോമും ഡോട്ടർ സെൽസിലെ ക്രോമസോമും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് മൈറ്റോസിസിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഇതേ പോർഷനിൽ തന്നെ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: എ സെൽ വിത്ത് എ ക്രോമസോം നമ്പർ 42 അണ്ടർഗോ മൈറ്റോസിസ്. കണ്ടോ? 42 ക്രോമസോം നമ്പർ ഉള്ള ഒരു സെൽ എന്തിന് വിധേയമാകുന്നു? മൈറ്റോസിസിന് വിധേയമാകുന്നു. ഓക്കെ, ആൻഡ് അനദർ സെൽ വിത്ത് 42 ക്രോമസോംസ് അണ്ടർഗോസ് മിയോസിസ്. മറ്റൊരു സെല്ല്, അതിന്റെ പ്രത്യേകത എന്താ? വിത്ത് 42 ക്രോമസോംസ് അണ്ടർഗോസ് എന്ത് ചെയ്യുന്നു? എന്തിന് വിധേയമാകുന്നു? മിയോസിസ്. മിയോസിസിന് വിധേയമാകുന്നു. ഗീവ് ദ ക്രോമസോം നമ്പർ ഓഫ് ഡോട്ടർ സെൽസ് ആഫ്റ്റർ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ഡിവിഷന് ശേഷം, അതായത് മൈറ്റോസിസിനും മിയോസിസിനും ശേഷം ഡോട്ടർ സെൽസിൽ ഉണ്ടാകുന്ന ക്രോമസോം നമ്പർ എത്ര എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരത്തിന് ഉള്ള റീസൺ കൊടുക്കുക എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 സെല്ലിലെയും ക്രോമസോം നമ്പർ എങ്ങനെയാണ്? ഈക്വൽ ആണ്, 42 ആണ്. ഒന്നാമത്തെ സെല്ല് എന്ത് ചെയ്യുന്നു? 42 ക്രോമസോം നമ്പർ ഉള്ള സെല്ല് എന്ത് ചെയ്യുന്നു? മൈറ്റോസിസിന് വിധേയമാകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിലെ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? 42 തന്നെ ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? ഗിവ് റീസൺ. കാരണം എന്താണ്? മൈറ്റോസിസ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. മൈറ്റോസിസ് എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ ആണ്. അതായത് ക്രോമസോം നമ്പറിൽ ചേഞ്ച് ഒന്നും വരുത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ സെല്ല് നോക്കിയേ. രണ്ടാമത്തെ സെല്ലിലും 42 ക്രോമസോം നമ്പർ ആണ് ഉള്ളത്. എന്നാൽ 42 ക്രോമസോം ഉള്ള സെല്ല് എന്തിന് വിധേയമാകുന്നു? മിയോസിസിന് വിധേയമാകുന്നു. മിയോസിസിന് വിധേയമായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിലെ ക്രോമസോം നമ്പർ എന്ത് ചെയ്യും? പകുതിയായിട്ട് മാറും. അതായത് പാരന്റിലെ പകുതി ആയിരിക്കും ഡോട്ടർ സെൽസിൽ ഉള്ളത്. ഓക്കെ, ഇവിടെ പാരന്റിൽ 42 ആണെങ്കിൽ ഡോട്ടർ സെല്ലിലേക്ക് വരുമ്പോൾ പകുതി എത്ര വരും? 21 വരും. മനസ്സിലായോ? ബിക്കോസ് എന്താണ്? കാരണം എന്താണ്? മിയോസിസ് ഈസ് റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസ് എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഓക്കെ ആയല്ലോ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 2 തരം ഡിവിഷൻ ആണുള്ളത്, മിയോസിസും മൈറ്റോസിസും. അപ്പോൾ എം ഫേസിൽ മിയോസിസ് ആണോ മൈറ്റോസിസ് ആണോ ഏതാണോ നടക്കേണ്ടത് അത് കറക്റ്റായിട്ട് നടക്കും. ഇനി നമുക്ക് മിയോസിസിലെയും മൈറ്റോസിസിലെയും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? മൈറ്റോസിസിനെ കുറിച്ചാണ്. അപ്പോൾ മൈറ്റോസിസിലെ പ്രധാനപ്പെട്ട ചേഞ്ചസ് നോക്കാം. ആദ്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. അതായത് കാരിയോകൈനസിസ് ആണ് ആദ്യമായിട്ട് നടക്കുന്നത്. പിന്നീടാണ് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നത്, സൈറ്റോകൈനസിസ് നടക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ കാരിയോകൈനസിസ് നോക്കുകയാണെങ്കിൽ, ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ അവിടെ 4 സ്റ്റേജസ് ആണുള്ളത്. അതായത് 4 സ്റ്റേജസിലൂടെയാണ് ഒരു ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ ന്യൂക്ലിയയും ഉണ്ടാകുന്നത്. കാരിയോകൈനസിസിലെ പ്രധാനപ്പെട്ട 4 സ്റ്റേജസ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചതല്ലേ? ഏതൊക്കെയായിരുന്നു 4 സ്റ്റേജസ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്
എന്നിങ്ങനെ 4 ഫേസുകളിലൂടെയാണ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ ന്യൂക്ലിയൈ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ഫേസിലും നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ന്യൂക്ലിയസിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ വളരെ നീറ്റായിട്ട് പഠിച്ചതാണ്. അതിൻ്റെ ഡയഗ്രങ്ങളൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ചോദ്യം നോക്കിയേ. മൈറ്റോസിസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 സ്റ്റേജസ്. മൈറ്റോസിസിൽ നമുക്ക് 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരിയോകൈനസിസ് ആണ്. പ്രോഫേസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിസ് നടക്കുമ്പോൾ ആദ്യം നടക്കുന്ന സ്റ്റേജ് ആണ് എന്ത്? പ്രോഫേസ്. ആൻഡ് ഡാഷ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സ്റ്റേജസ് ആണ് പഠിച്ചത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അതിൽ രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? മെറ്റാഫേസ് ആണ്. കേട്ടോ, അപ്പോൾ അങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 1 മാർക്ക് ചോദ്യമായിരിക്കും കേട്ടോ. 1 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, 4 സ്റ്റേജ് ഉണ്ട്. ഈ 4 സ്റ്റേജിൻ്റെ പേരും നമ്മുടെ ഇഷ്ടത്തിനല്ല എഴുതി വെക്കേണ്ടത്. അതിനൊരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ആദ്യം, സെക്കൻഡ് സ്റ്റേജ് പിന്നീട്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് എന്നൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ എഴുതുക കേട്ടോ. ആദ്യം ഓർമ്മ വരുന്ന സ്റ്റേജ് ആദ്യം ഒന്നും എഴുതി വെക്കരുത്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്നിങ്ങനെ 4 സ്റ്റേജസ് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓരോ ഫേസിലെയും ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് ആ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആ ഏരിയയിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. ദ ഡയഗ്രാം ഷോൺ ബിലോ റെപ്രസെൻറ്റ്സ് എ സ്റ്റേജ് ഇൻ മൈറ്റോസിസ്. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം എന്തിനെ സൂചിപ്പിക്കുന്നു? മൈറ്റോസിസിലെ ഒരു സ്റ്റേജിനെ സൂചിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇനി ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് എന്താ? ലേബൽ എ ആൻഡ് ബി. എ, ബി എന്നിവ എന്ത് ചെയ്യുക? ലേബൽ ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എ. എ എന്ന് പറയുന്നത് എന്താണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ് അല്ലേ. ബി എന്ന് പറയുന്നത് എന്താണ്? ക്രോമസോംസ് ആണ് അല്ലേ. അപ്പോൾ എയും ബിയും ഏതൊക്കെയാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ സ്റ്റേജ്. ഇത് ഒരു സ്റ്റേജിന്റെ പേരാണ്, ഡയഗ്രാം ആണെന്ന് പറഞ്ഞില്ലേ. ഇനി ഇത് ഏത് സ്റ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേജ് ആണ് എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നമ്മുടെ ക്രോമസോമുകളെ നോക്കിയാൽ മതി, ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ. ക്രോമസോംസ് ഇപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ സെല്ലിന്റെ സെന്ററിലാണ് കാണപ്പെടുന്നത്. സെന്ററിൽ ക്രോമസോമുകൾ നീളത്തിൽ ഇങ്ങനെ നിരനിരയായിട്ട് വന്ന് ഒരു പ്ലേറ്റ് പോലെ അലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഫേസ് ഏതാണെന്നാണ് പഠിച്ചിട്ടുള്ളത്? മെറ്റാഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? മെറ്റാഫേസ്. ഓക്കെ, മൈറ്റോസിസിലെ മെറ്റാഫേസ് എന്ന സ്റ്റേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി മെൻഷൻ എനി 2 ഈവൻറ്റ്സ് ഒക്കറിങ് ഇൻ ദിസ് ഫേസ്. ഈ ഫേസിലെ ഏതെങ്കിലും 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ക്യാരക്ടേഴ്സ് നമുക്ക് എഴുതാം? ഞാനിപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ 2 ക്യാരക്ടേഴ്സ്. ഏതൊക്കെയാ? ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വേറ്റർ ഓഫ് ദ സെല്ല്. സെല്ലിന്റെ ഇക്വേറ്ററിലാണ് ക്രോമസോമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. സ്പിൻഡിൽ ഫൈബേഴ്സ് എറൈസ് ഫ്രം ദ പോള്. സ്പിൻഡിൽ ഫൈബേഴ്സ് എവിടെ നിന്ന് എറൈസ് ചെയ്യുന്നു? പോളിൽ നിന്ന് എറൈസ് ചെയ്യുന്നു. ആൻഡ് ആർ അറ്റാച്ച്ഡ് ടു ദ ക്രോമസോം. അവ എന്ത് ചെയ്തിരിക്കുന്നു? ക്രോമസോമുകളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. അതാണ് മെറ്റാഫേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ മെറ്റാഫേസ് ആണ് തന്നത്. ഇതുപോലെ നമ്മുടെ എക്സാമിന് വേണമെങ്കിൽ അനാഫേസ് തരാം, എന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ടീലോഫേസ് തരാം, അല്ലെങ്കിൽ പ്രോഫേസ് തരാം. അപ്പോൾ ഏത് ചോദിച്ചാലും ഏത് തന്നാലും എല്ലാത്തിൻ്റെയും ഡയഗ്രാം നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലും നടക്കുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത്രയും പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി, ഫുൾ മാർക്കായി ഈ ചാപ്റ്ററിൽ നിന്ന്. എളുപ്പമാണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ്. ഞാനത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ ഗിവൺ ബിലോ ഈസ് ദ ഡയഗ്രാം ഓഫ് ദ മെറ്റാഫേസ് ഓഫ് മൈറ്റോസിസ്. നമ്മൾ ഇപ്പോൾ വരച്ച ഡയഗ്രാം ഇല്ലേ, അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്.
താഴെ തന്നിരിക്കുന്ന ഡയഗ്രം എന്താണ്? മൈറ്റോസിസിലെ മെറ്റാഫേസ് എന്ന് പറയുന്ന ഫേസിന്റെ ഡയഗ്രമാണ്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അനലൈസ് ദ ഡയഗ്രാം ആൻഡ് ആ ഡയഗ്രാം നിങ്ങൾ നിരീക്ഷിക്കുക, എന്നിട്ട് ഡ്രോ ദ സ്കെച്ച് ഓഫ് അനാഫേസ്. എന്ത് വരയ്ക്കുക? അനാഫേസിന്റെ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മെറ്റാഫേസ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. എന്നിട്ട് അവർ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനാഫേസിന്റെ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അനാഫേസിന്റെ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ റൈറ്റ് എനി 2 ഈവൻസ്, ആ അനാഫേസിലെ പ്രധാനപ്പെട്ട റൈറ്റ് എനി 2 ഈവൻസ് ഓഫ് അനാഫേസ്, അനാഫേസിലെ പ്രധാനപ്പെട്ട 2 ഈവൻസ് എഴുതാൻ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമല്ലേ? എങ്ങനെ നമ്മൾ അനാഫേസിന്റെ ഡയഗ്രാം വരയ്ക്കുന്നേ? സെല്ല് കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ട് വരയ്ക്കും. എന്നിട്ട് എങ്ങനെയാ വരയ്ക്കുന്നത്? സെന്ററിലിരുന്ന ക്രോമസോമുകൾ, മെറ്റാഫേസിൽ സെന്ററിലിരുന്ന ക്രോമസോമുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഡയഗ്രാം എങ്ങനെ വരും? ദാ ഇങ്ങനെ വരും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡയഗ്രാം വരുന്നത്. ഇതാണ് അനാഫേസിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്ക്, അനാഫേസ് എന്ന് പറയുന്നത് എന്ത് ഫേസ് ആണെന്ന് ഓർക്കുക? അനങ്ങുന്ന ഫേസ് ആണെന്ന് ഓർക്കുക. അനാഫേസ് അനങ്ങുന്ന ഫേസ് ആണ്. അതായത് ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് അനാഫേസിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതിന്റെ 2 ഫീച്ചേഴ്സ് എഴുതാൻ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാ ഫീച്ചേഴ്സ്? നമുക്ക് എന്ത് എഴുതാം? സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ദ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. ഇവിടെ നടുക്ക് വെച്ച് മുറിഞ്ഞിട്ടല്ലേ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ എന്താണ്? സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്തെഴുതാം? ക്രോമാറ്റിഡ്സ് മൂവ് ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് പോൾസ്. ക്രോമസോമിന്റെ ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യുന്നു? 2 ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുന്ന അനങ്ങുന്ന ഫേസ് ആണ് അനാഫേസ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ, പഠിക്കാനുള്ള ഒരു എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ മറ്റൊരു എക്സാമിന് ചോദിച്ച രീതിയാണ്. ഇനി ഇതുപോലെ തന്നെ എന്തിൻ്റെ ഡയഗ്രാം തരാം? ടീലോഫേസിന്റെ ഡയഗ്രാം തരാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതേപോലെ ഡയഗ്രാം അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡയഗ്രാം തരാം, തന്നിട്ട് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് സ്റ്റേജ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഫീച്ചർ എഴുതുക എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ടീലോഫേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ചേ. ഒബ്സർവ് ദ ഫോളോയിങ് ഫേസസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ. ഇവിടെ 2 ഫേസ് തന്നിട്ടുണ്ട്, ഞാൻ അതിന് A, B എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നിരീക്ഷിക്കുക. ഡ്യൂറിങ് മൈറ്റോസിസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ A ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് മെറ്റാഫേസിൻ്റെതാണ്. B ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫേസ് ടീലോഫേസിൻ്റെതാണ്. ഓക്കെ, അങ്ങനെ മെറ്റാഫേസിൻ്റെയും ടീലോഫേസിൻ്റെയും 2 ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കാനുള്ള ഒരു സ്പേസ് കുറവ് കൊണ്ടാണ് ഞാനത് A, B എന്ന് ഇട്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാം ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? ഫസ്റ്റ് മെറ്റാഫേസ്, രണ്ടാമത്തത് ടീലോഫേസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. നെയിം ദ 2 ഫേസസ് ഓഫ് ഫേസസ് A ആൻഡ് B. ഓഫില്ല കേട്ടോ. നെയിം ദ 2 ഫേസസ് A ആൻഡ് B. താഴെ തന്നിരിക്കുന്ന ഈ ഫിഗറിൻ്റെ ഫിഗർ നിങ്ങൾ നിരീക്ഷിക്കുക. എന്നിട്ട് അതിൻ്റെ 2ൻ്റെയും പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A എന്താണെന്ന് എഴുതും? മെറ്റാഫേസ് ആണ്. B എന്താണ്? ടീലോഫേസ് ആണ്. അപ്പോൾ ആ ഡയഗ്രാം കാണുമ്പം നമുക്ക് മനസ്സിലാകണം ഇത് ഏത് ഫേസ് ആണെന്ന്. ഓക്കെ, അപ്പം അങ്ങനെ വേണം പഠിക്കാൻ. ഇനി അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ആർ ദ മെയിൻ ഈവൻറ്റ്സ് ഒക്കറിങ് ഇൻ ദീസ് 2 സ്റ്റേജസ്. ഈ 2 സ്റ്റേജസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റ്സ്, എന്തൊക്കെ മാറ്റങ്ങളാണ്, ഈവൻറ്റ്സ് ആണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെറ്റാഫേസ്. മെറ്റാഫേസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ? മെറ്റാഫേസിലെ ഈവൻറ്റ്സ് എന്തൊക്കെയാ? മെറ്റാഫേസിൽ ക്രോമസോമുകൾ എവിടെയാണ്? അലൈൻഡ് അറ്റ് ദ ഇക്വേറ്റർ ഓഫ് ദ സെല്ല്. സെല്ലിൻ്റെ ഇക്വേറ്ററിൽ എന്ത് ചെയ്തിരിക്കുന്നു? അലൈൻ ചെയ്തിരിക്കുന്നു. ആൻഡ് ദ സ്പിൻഡിൽ ഫൈബേഴ്സ് അറൈസ് ഫ്രം ദ പോള് ആൻഡ് ആർ അറ്റാച്ച്ഡ് ടു ദ ക്രോമസോംസ്. പഠിച്ചതല്ലേ നേരത്തെ? ഓക്കെ, ഇനി
ബി ഫേസ് ആണ് ടീലോഫേസ്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ എഴുതാൻ പറ്റും? ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? ടീലോഫേസിൽ ക്രോമസോംസ് ക്ലസ്റ്റർ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് പോൾസിലേക്ക് വന്നിട്ട് അവിടെ ഡീകണ്ടൻസ് ചെയ്യുന്നു. ക്രോമസോമിന്റെ ആ ഒരു ക്ലസ്റ്റർ, ആ ഒരു കൂട്ടം എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് പോൾസിലേക്ക് വരുന്നുണ്ട്. ആ ഓപ്പോസിറ്റ് പോൾസിൽ വെച്ചിട്ട് അവര് ഡീകണ്ടൻസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ക്രോമസോംസ് ഡീകണ്ടൻസ് ചെയ്യുന്നു. അവർക്ക് അവരുടെ ഷേപ്പ്, ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നു. ക്രോമസോമിന്റെ ആ ഒരു സ്ട്രക്ചർ, ഷേപ്പ് ഒക്കെ നഷ്ടപ്പെടുന്നു, ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നു. പിന്നീട് ആ ഓരോ രണ്ട് ഓപ്പോസിറ്റ് പോൾസിലുള്ള ഗ്രൂപ്പില്ലേ, ആ രണ്ട് ഗ്രൂപ്പുകൾക്കും എന്ത് കിട്ടുന്നു? ന്യൂക്ലിയസിന് ചുറ്റും വരേണ്ട ന്യൂക്ലിയർ മെംബ്രെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അങ്ങനെ രണ്ട് ഡോട്ടർ ന്യൂക്ലിയൈ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രീതി, മോഡൽസ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ആ ഡയഗ്രാം നിങ്ങൾ പഠിക്കുക, ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇവിടെ നിന്നൊന്നും ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കാനൊന്നും ഇല്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇവിടെ നിന്നൊന്നും ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ഒന്നും ചോദിക്കത്തില്ല. എല്ലാം നമ്മൾ എന്ത് പഠിക്കുന്നോ അതേ ചോദിക്കൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആ ഡയഗ്രങ്ങൾ നീറ്റായിട്ട് വരയ്ക്കാൻ പഠിക്കുക, അത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക, ഒപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനും പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്താണ്? മൈറ്റോസിസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? മിയോസിസിനെ കുറിച്ചാണ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഒരു തവണ അതിനു മുമ്പ് സെൽ ഡിവിഷനെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ? അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സെൽ ഡിവിഷൻ പറയുന്ന സമയത്ത് സെൽ ഡിവിഷൻ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സെല്ല് നോർമലി ഡിവൈഡ് ചെയ്ത് രണ്ട് സെൽസ്, ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഫസ്റ്റ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും, രണ്ട് ഡോട്ടർ ന്യൂക്ലിയ ഉണ്ടാകും. അങ്ങനെ ഒരു സെല്ലിൽ തന്നെ രണ്ട് ന്യൂക്ലിയസ് ഉള്ള സ്ട്രക്ചർ വരും. എന്നിട്ട് ഒരു ആനിമൽ സെല്ലാണെന്നുണ്ടെങ്കിൽ സെന്ററിലൂടെ എന്ത് വരും? ഉള്ളിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഇൻവാജിനേഷൻ ഡീപ്പൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇത് അവിടെ വെച്ച് മുറിഞ്ഞ് സെന്ററിൽ വെച്ച് മുറിഞ്ഞ് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. ഓക്കെ, എന്നാൽ അനിമൽ സെല്ലാവുമ്പം അതിൻ്റെ ഇടയിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? എന്നിട്ട് ഡിവൈഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതൊക്കെ എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, അങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് പുതിയ സെൽസ് ഉണ്ടാവുന്നു, രണ്ട് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? മിയോസിസിനെ കുറിച്ചാണ്. മൈറ്റോസിസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മിയോസിസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. മിയോസിസ് എന്ന് പറയുമ്പോൾ മിയോസിസ് എന്താണ്? കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? മൈറ്റോസിസിനേക്കാൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? ഡിവിഷന് ശേഷം, സെൽ ഡിവിഷന് ശേഷം നോക്കുമ്പോൾ ഡോട്ടർ ന്യൂക്ലിയസിൽ പാരൻസിൽ എത്രയായിരുന്നോ ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ പകുതി ക്രോമസോം ആയിരിക്കും ഡോട്ടർ സെൽസിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മിയോസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ പ്രോസസ്സിനെ, സെൽ ഡിവിഷൻ പ്രോസസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മിയോസിസ് 1 എന്നും മിയോസിസ് 2 എന്നും പഠിച്ചതല്ലേ? മിയോസിസ് 1 എന്നും മിയോസിസ് 2 എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ മിയോസിസ് 1ൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. ഇനി മിയോസിസ് 2 നോക്കിയാൽ അവിടെയും വരുന്നുണ്ട് പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2 അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് മിയോസിസ് 1ലെ പ്രോഫേസ് 1. ഓക്കെ, ആ പ്രോഫേസ് 1 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടുത്തെ പ്രോഫേസ് 1 എന്ന് പറയുന്നത് കുറച്ച് ലെങ്തിയാണ്, വളരെ വലുതാണ്. അവിടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രോഫേസ് 1നെ, അതായത് ലെങ്തി ആയിട്ടുള്ള മിയോസിസ് 1ലെ പ്രോഫേസ് 1നെ, ലെങ്തി ആയിട്ടുള്ള പ്രോഫേസ് 1നെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയായിരുന്നു ആ സ്റ്റേജസ്? നമ്മൾ പഠിച്ചതല്ലേ? ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പക്കേട്ടീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഇങ്ങനെ 5 ഫേസസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓക്കെ, മിയോസിസിലെ ഏതാണ്? മിയോസിസ് 1ലെ ഏതാണ്? പ്രോഫേസ് 1നെ. ഓക്കെ, ഏതൊക്കെയാണ്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പക്കീട്ടീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഈ 5 ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുറിച്ച് വെച്ചോളുക. ഈ 5 ഡയഗ്രാം പഠിച്ചിരിക്കാം, മസ്റ്റായിട്ടും പഠിച്ചിരിക്കാം.
കാരണം ഇതൊക്കെയാണ് ചോദിക്കുന്നത്, ഇതൊക്കെ ചോദിക്കൂ, വേറെ ഒന്നും ഇതിൽ നിന്ന് ചോദിക്കാനില്ല. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ ഫീച്ചേഴ്സും കറക്റ്റായിട്ട് ഓരോ ഡയഗ്രത്തിൽ നമ്മൾ ഓരോ പ്രത്യേകതകൾ പഠിച്ചില്ലേ, അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇവിടെ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള രീതികൾ നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ഇത് ഞാൻ ജസ്റ്റ് ആ ടേബിൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രോഫേസ് 1, അതായത് നമ്മുടെ മിയോസിസ് 1-ലെ പ്രോഫേസ് 1 പല സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഓരോ ഫേസുകളും തന്നിട്ടുണ്ട്, കൂടാതെ അതിൻ്റെ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ എക്സാമിനും. കാരണം എന്താണ്, ഈ പറയുന്ന സ്റ്റേജസും അതിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എക്സാമിന്. നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റ് ഇട്ടാൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ടീച്ചർ സ്കൂളിൽ ഒരു ക്ലാസ് ടെസ്റ്റ് ഇട്ടാൽ പോലും ഇത് ചോദിക്കും. കാരണം ഇതേ അതിനകത്ത് ചോദിക്കാനുള്ളൂ, വേറെ ഒന്നും ഇല്ല ചോദിക്കാൻ. ഓക്കെ, അപ്പോൾ ആകെ ഇത്തിരിയേ ഉള്ളൂ, ആ ഉള്ളത് അങ്ങ് പഠിച്ചു വെക്കുക, അത് അങ്ങനെ അങ്ങ് ചോദിക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്ന എയും ബിയും 2 കോളമാണ്. ആ 2 കോളത്തിലെ പോർഷൻസ് ഞാനൊന്ന് വായിക്കാം. ഒന്നാമത്തേതാണ് ഡിപ്ലോട്ടീൻ, സൈഗോട്ടീൻ, ലെപ്റ്റോട്ടീൻ, പക്കീട്ടീൻ, ഡയാകൈനസിസ്. അതായത് സ്റ്റേജസ് ഓരോന്നും അതിൻ്റെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളമാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് എന്താ, ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ്. ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു, പെയർ ചെയ്യാൻ തുടങ്ങുന്നു. ബൈവാലന്റ് ബിക്കം ടെട്രാവാലന്റ് ആൻഡ് ക്രോസ് ഓവർ ടേക്സ് പ്ലേസ്. ബൈവാലന്റ് ടെട്രാവാലന്റ് ആകുന്നു, ക്രോസിംഗ് ഓവർ നടക്കുന്നു. അടുത്തതാണ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റ എന്ത് ചെയ്യുന്നു, ടെർമിനലൈസ് ചെയ്യുന്നു, അതായത് ബ്രേക്ക് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആവുന്നു. അടുത്തതാണ് ക്രോമസോംസ് ബിക്കം വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ക്രോമസോംസ് എന്ത് ചെയ്യുന്നു, ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അടുത്തതാണ് റീകോമ്പിനന്റ് ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ എക്സെപ്റ്റ് കയാസ്മേറ്റ. ഓക്കെ, കയാസ്മേറ്റ ഒഴികെ, ആ ഒരു പോർഷൻ ഒഴികെ ബാക്കിയുള്ള പോർഷൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫീച്ചേഴ്സ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇത് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഇവിടെ ഓർഡറിലല്ല നമ്മുടെ ഇതൊന്നും തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് ഓർഡറിൽ നമ്മുടെ മൈൻഡിലേക്ക് വരട്ടെ, ഓരോ സ്റ്റേജസും നമ്മുടെ മൈൻഡിലേക്ക് വരണം. എന്നിട്ട് ആ സ്റ്റേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൈൻഡിലേക്ക് വരണം, അതിനനുസരിച്ച് മാച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്, ലെപ്റ്റോട്ടീൻ സ്റ്റേജ് അല്ലേ. ലെപ്റ്റോട്ടീൻ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. ലെപ്റ്റോട്ടീൻ സ്റ്റേജിന്റെ പ്രത്യേകത എന്താ, ഈ സ്റ്റേജിലാണ് നമുക്ക് ക്രോമസോമുകളെ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടീൻ. ഈ ലെപ്റ്റോട്ടീൻ സ്റ്റേജ് എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, അതായത് ക്രോമസോംസ് ബിക്കം വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഓക്കെ ആണല്ലോ, ക്ലിയർ. ഇനി രണ്ടാമത്തെ ലെപ്റ്റോട്ടീൻ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്, ലെപ്റ്റോട്ടീൻ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ സ്റ്റേജ് ആണ് സൈഗോട്ടീൻ സ്റ്റേജ്. മറന്നു പോകരുത്, രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്, സൈഗോട്ടീൻ സ്റ്റേജ്. സൈഗോട്ടീൻ സ്റ്റേജിൽ ക്രോമസോമുകൾ എന്തിനു തുടങ്ങുന്നു, ദേ സ്റ്റാർട്ട് പെയറിംഗ്, പെയറിങ്ങിന് തുടങ്ങുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് ആണ് സൈഗോട്ടീൻ. സൈഗോട്ടീൻ എന്തുമായിട്ട് മാച്ച് ചെയ്യും, ക്രോമസോമുകൾ പെയർ ചെയ്യുന്നു, അതുമായിട്ട് മാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 സ്റ്റേജസും അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത, അപ്പോൾ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ. അടുത്ത സ്റ്റേജിന്റെ പേരെന്താണ്, മൂന്നാമത്തെ സ്റ്റേജ് പക്കീട്ടീൻ സ്റ്റേജ് അല്ലേ. മൂന്നാമത്തേതാണ് പക്കീട്ടീൻ സ്റ്റേജ്. പക്കീട്ടീൻ സ്റ്റേജിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പക്കീട്ടീൻ സ്റ്റേജിലാണ്. അപ്പോൾ പക്കീട്ടീൻ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, റീകോമ്പിനന്റ്, സോറി ഇതല്ലല്ലോ, ഇത് ഓക്കെ, ക്രോസിംഗ് ഓവർ. പക്കീട്ടീൻ സ്റ്റേജിൽ എന്ത് നടക്കുന്നു, ബൈവാലന്റ് ബിക്കം ടെട്രാവാലന്റ് ആൻഡ് ക്രോസ് ഓവർ ടേക്സ് പ്ലേസ്. ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത്, ഏത്, നമ്മുടെ പക്കീട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ, 1 മാർക്ക് ചോദ്യമൊക്കെ പ്രതീക്ഷിക്കാം. ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജ് ഏതാണെന്ന്. ഓക്കെ, ക്രോസിംഗ് ഓവറിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ. ക്രോസിംഗ് ഓവർ നടക്കുന്നതിലൂടെയാണ് ക്രോമസോമുകൾ തമ്മിൽ ജീൻ എക്സ്ചേഞ്ച് നടക്കുന്നത്.
അതാണ് പിന്നീട് വേരിയേഷൻസിന് കാരണമാകുന്നത്, വേരിയേഷൻസിന് സഹായിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിങ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്കീട്ടീൻ സ്റ്റേജ്. അടുത്തതാണ് എന്ത്? ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഡിപ്ലോട്ടീൻ സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ലെപ്റ്റോട്ടീൻ, അത് കഴിഞ്ഞിട്ട് സൈഗോട്ടീൻ, പക്കീട്ടീൻ, പിന്നീട് വരുന്നതാണ് ഏത്? ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ 4ാമത്തെ സ്റ്റേജ് ആണ് ഡിപ്ലോട്ടീൻ സ്റ്റേജ്. ഡിപ്ലോട്ടീൻ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? റീകോമിനന്റ് ഹോമലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആകുന്നു. എവിടെ ഒഴികെ മാത്രം? എക്സെപ്റ്റ് കയാസ്മേറ്റ. അവിടെയാണ് നമ്മളിലെ എക്സ് ഷേപ്പ് ഫോം ചെയ്യുന്നത് അല്ലേ? എക്സ് ഷേപ്പ് ഓർമ്മയില്ലേ? അപ്പോൾ ഡിപ്ലോട്ടീൻ സ്റ്റേജ് എന്തുമായിട്ട് വരുന്നു? ഇവിടോട്ട് വരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ഡയാകൈനസിസ്. ലാസ്റ്റ് സ്റ്റേജ് ആണ്. അവിടെ എന്ത് നടക്കുന്നു? അവസാനം ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റ എന്ത് ചെയ്യുന്നു? ടെർമിനലൈസേഷൻ നടക്കുന്നു, സെപ്പറേറ്റ് ആകുന്നു. അതോടുകൂടി ക്രോമസോമുകൾ വേർപെട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ അത്രയും ചേഞ്ചസ് ആണ് എവിടെ നമുക്ക് പഠിക്കേണ്ടത്? ഈ പറയുന്ന പ്രോഫേസ് 1ന്റെ മിയോസിസ് 1ലെ പ്രോഫേസ് 1ന്റെ ഈ സബ് സ്റ്റേജുകളിൽ പഠിക്കേണ്ടത്. ഇത് ഇത്ര അങ്ങ് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും, ഉറപ്പായിട്ടും മാർക്കും കിട്ടും. ഓക്കെ, ഇത് പല രീതിയിൽ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റ് പല ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ചോദ്യം നോക്കിയേ. ഐഡന്റിഫൈ ദ സബ് സ്റ്റേജസ് ഓഫ് മിയോസിസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ഈസ് ഒക്കറിങ്. ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജ് ഏതാണെന്ന് കണ്ടോ? 1 മാർക്ക് ചോദ്യമാണ്. ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പക്കീട്ടീൻ, ഡിപ്ലോട്ടീൻ. ഇത് ഇത്രയാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഏത് നിങ്ങൾ ആൻസർ എഴുതും? ഏതാ എഴുതേണ്ടത്? പക്കീട്ടീൻ ആണ്. ഓക്കെ, പക്കീട്ടീൻ സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇനി ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. അത് നല്ലൊരു ചോദ്യമാണ്. ക്രോസിംഗ് ഓവറിന്റെ പ്രാധാന്യം എന്താണ്? ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിക്കാം. എന്താണ് ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ജീൻസ് അല്ലേ? ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴാണ് എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച്, ജീനുകൾ തമ്മിൽ, ക്രോമസോമുകൾ തമ്മിലുള്ള ജീനുകളുടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് പ്രൊമോട്ട് ജെനറ്റിക് വേരിയേഷൻ. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ജീനുകൾ കൈമാറിക്കഴിഞ്ഞാൽ, എക്സ്ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ജെനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകും അല്ലേ? അപ്പോൾ അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ പക്കീട്ടീൻ സ്റ്റേജിൽ എന്ത് നടക്കുന്നു? ക്രോസിംഗ് ഓവർ നടക്കുന്നു. ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് ക്ലിയർ ആയല്ലോ. പിന്നീട് ഇവിടുന്ന് സാധാരണ ചോദ്യം ചോദിക്കുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈ ഫീച്ചേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. ഈ ഫീച്ചേഴ്സ് എല്ലാം എന്ത് ചെയ്യുക? നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക, സ്റ്റേജസ് ഐഡന്റിഫൈ ചെയ്യുക. മറ്റൊരു ചോദ്യമാണ്, ഇതേ കണക്ക് ഫേസ് തന്നിട്ടുണ്ട്, ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, സ്റ്റേജ് ഏതാണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്. ഏത് ഫേസിലാണ് ഹോമലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യുന്നത്? പെയർ ചെയ്യുന്നത് ഏത് ഫേസിലാണ്? സൈഗോട്ടീൻ ഫേസിലാണ് അല്ലേ? 2ാമത്തെ ഫേസിലാണ്. ഓക്കെ, അടുത്ത ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റ ടെർമിനലൈസ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് അല്ലേ? ഡയാകൈനസിസിലാണ്. അടുത്തതാണ് ഒക്കേഴ്സ് ക്രോസ് ഓവർ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് എപ്പോഴാണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഏത് സ്റ്റേജിലാണ്? പക്കീട്ടീൻ സ്റ്റേജിലാണ്. അടുത്തതാണ് ക്രോമസോംസ് ആർ വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഏത് സ്റ്റേജ് ആണ്? ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ? ആദ്യത്തെ സ്റ്റേജിന്റെ പേരെന്താണ്? ലെപ്റ്റോട്ടീൻ. അപ്പോൾ ലെപ്റ്റോട്ടീൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, പിന്നീട് അടുത്തതാണ് ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റ ഫോം ചെയ്യുന്നത് അത് ഏത് സ്റ്റേജിന്റെ പ്രത്യേകത? എക്സ് ഷേപ്പ്. ഏത് സ്റ്റേജിന്റെ പ്രത്യേകതയാ? ഡിപ്ലോട്ടീൻ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഇതങ്ങ് പഠിച്ചു വെക്കുക. പഠിച്ചാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. 1 മാർക്ക് പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. ഇനി ഈ പറയുന്ന സ്റ്റേജസ് ഓരോന്നും ഓർഡറിൽ എഴുതാൻ ചോദിക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അത് 4ഉം അതേ ഓർഡറിൽ പഠിച്ചു വെക്കണമെന്ന്. അതുപോലെ ഇത് 5 എണ്ണവും ഇതിന്റെ ഇതേ ഓർഡറിൽ പഠിച്ചു വെക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള സ്റ്റേജ് ആദ്യം എഴുതി, ആദ്യം കിട്ടിയത് ആദ്യം എഴുതി, പിന്നെ കിട്ടിയത് പിന്നെ എഴുതി, അങ്ങനൊന്നും എഴുതരുത്. കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ എഴുതി വെക്കുക. എങ്ങനെയാ ഓർഡർ വരുന്നത്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പക്കീട്ടീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഓക്കെ, കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ പോവുക. ആ ഒരു ഓർഡറാണ് നമുക്ക് വേണ്ടത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്.
ഓക്കെ, അടുത്ത ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മുടെ 2020 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചേ. ദ സ്റ്റേജ് ബിറ്റ്വീൻ മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2 ഈസ് കാൾഡ് ഡാഷ്. മിയോസിസ് 1ഉം മിയോസിസ് 2ഉം തമ്മിൽ ആ രണ്ട് സ്റ്റേജസ് ഇടയിലുള്ള ആ ഒരു ഇൻ്റർവെല്ല് അല്ലെങ്കിൽ ഇടയിലുള്ള ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ഇടയിലുള്ള ആ ഒരു സ്റ്റേജ്, അതിനെ വിളിക്കുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിയോസിസ് എന്ന് പറയുന്നത് 2 സ്റ്റേജിലൂടെ നടക്കുന്ന പ്രോസസ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. മിയോസിസ് 1 എന്ന് പറയുന്ന ഫേസ് ഉണ്ട്, അതിൽ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 നടക്കുന്നുണ്ട്. ഇനി മിയോസിസ് 2 എടുക്കുകയാണെങ്കിൽ മിയോസിസ് 1ന് ശേഷം മിയോസിസ് 2 നടക്കും. അവിടെയും പ്രോഫേസ് 2, അനാഫേസ് 2, പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2 നടക്കുന്നുണ്ട്. അപ്പോൾ മിയോസിസ് 1 നടക്കുന്നതിനും മിയോസിസ് 2 നടക്കുന്നതിനും ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് സ്റ്റേജിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എന്തൊക്കെയാണ് ഓപ്ഷൻ? ഡയാകൈനസിസ് ഉണ്ട്, ഇന്റർകൈനസിസ് ഉണ്ട്, പക്കീറ്റീൻ സ്റ്റേജ് ഉണ്ട്, എന്താണ് ഡിപ്ലോട്ടീൻ സ്റ്റേജ് ഉണ്ട്. ഏതാ ആൻസർ വരുന്നത്? ഇന്റർകൈനസിസ് ആണ് വരുന്നത്. ഈസി ആയിട്ട് കിട്ടും അല്ലേ. നോക്കിയേ, ഡയാകൈനസിസ്, പക്കീറ്റീൻ, ഡിപ്ലോട്ടീൻ ഇതൊക്കെ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? മിയോസിസ് 1ലെ പ്രോഫേസ് 1ന്റെ സബ് ഡിവിഷൻസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ഇന്റർകൈനസിസ് എന്നാണ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ അത്. പിന്നെ ഇവിടെ കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഡയഗ്രങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, അതുപോലെ തന്നെ ടീലോഫേസ് 1, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഡയഗ്രങ്ങൾ എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഡയഗ്രാം മസ്റ്റായിട്ടും പഠിക്കുക. കറക്റ്റായിട്ട് ഡയഗ്രാം പഠിച്ചു വെക്കുക. ആ പഠിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ ഓരോ ഡയഗ്രമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫീച്ചേഴ്സും പഠിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കേണ്ടത്? മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് സെൽ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കുക. സെൽ സൈക്കിളിലെ 2 ഈവൻറ്റ്സ് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഒന്നാണ് ഫസ്റ്റ് പ്രിപ്പറേറ്ററി ഫേസ്, അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? എം ഫേസ് അല്ലേ. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുക. പിന്നീട് ആ പ്രിപ്പറേറ്ററി ഫേസ് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യം കൂടി പറഞ്ഞായിരുന്നു ഇല്ലേ. അവിടുത്തെ സബ് ഡിവിഷൻ ഉണ്ടല്ലോ. പ്രിപ്പറേറ്ററി ഫേസ് അല്ലെങ്കിൽ ഇന്റർഫേസിലെ സബ് ഡിവിഷൻസ് ഉണ്ടല്ലോ. ഏതൊക്കെയാ? G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. അവിടുത്തെ ഇത്രയും പ്രത്യേകത പഠിക്കുക. ആ ഫേസസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ വരുന്നത് എം ഫേസിലേക്കാണ് അല്ലേ. എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസോ മിയോസിസ് ഫേസോ ഏതാണോ നടക്കുന്നത് അത്, ഡിവിഷൻ ഫേസ്. ആദ്യം നമ്മൾ മൈറ്റോസിസിനെ കുറിച്ച് പറഞ്ഞു. മൈറ്റോസിസ് എന്താണ്? ഇക്വേഷണൽ ഡിവിഷൻ ആണ്. പിന്നീട് പറഞ്ഞു എന്താണ് മൈറ്റോസിസിലെ പ്രധാനപ്പെട്ട സ്റ്റേജസ്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. 4 എണ്ണത്തിൻ്റെയും പേര് പഠിക്കുക, ഡയഗ്രാം പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത മിയോസിസ് വരും. അവിടെ എന്ത് വരുന്നുണ്ട്? മിയോസിസ് 1ഉം മിയോസിസ് 2ഉം ഉണ്ട്. അതിൻ്റെ 4ൻ്റെ ഡയഗ്രങ്ങൾ പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. ഇനി മിയോസിസ് 1ലെ തന്നെ എന്താണ്? പ്രോഫേസ്. അതിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പക്കീട്ടിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ്. അതിൻ്റെ 5ൻ്റെ ഡയഗ്രാം പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. ഇത്രയേ ഉള്ളൂ പാഠം. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന നമ്മൾ പഠിച്ച ആ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ ചോദിക്കും. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു മാർക്ക് പോലും ഈ പാഠത്തിൽ നിന്നും ഒരു മാർക്ക് പോലും വെറുതെ പോകത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് നീറ്റായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നോട്ട്സൊക്കെ എടുത്ത് ഒന്നും കൂടി റിവൈസ് ചെയ്യുക. ഡയഗ്രങ്ങളെല്ലാം ഒന്നും കൂടി ഒന്ന് വരച്ച് പഠിക്കുക. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. അത്രയാകുമ്പോഴത്തേനും ഈ ഒരു ചാപ്റ്ററിലെ ഫുൾ മാർക്ക് നമ്മുടെ കയ്യിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം വരുന്ന അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്